നമസ്കാരം, ഞാൻ രാജേഷ് പെരുങ്കുഴി. BMC ഗ്ലോബൽ ലൈവിൻ്റെ ഈ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അസാധ്യനായ ഒരു കലാകാരനാണ്. അപ്പോൾ ഏതായാലും നമുക്ക് കുറച്ച് സമയം ചിരമൽ വികാസിനോടൊപ്പം ചിലവഴിക്കാം. നമസ്കാരം. നമസ്കാരം മിസ്റ്റർ വികാസ് അല്ലേ? ചെങ്കൽ എന്ന് പറയുന്ന സ്ഥലം കണ്ണൂർ ജില്ല അല്ലേ? ഏഴോം പഞ്ചായത്തിലെ ചെങ്ങൽ എന്നാണ് അല്ലേ? ഓക്കെ. അതിൽ ഈ ചിരമൽ എന്ന് പറയുന്ന വീട്ടുപേരാണ് അല്ലേ? ചെങ്കൽ എന്ന ഗ്രാമം. ഏതായാലും ഒരുപാട് സന്തോഷം. നല്ലൊരു ഫ്ലൂട്ടിസ്റ്റാണ്, അസാധ്യനായിട്ടുള്ള നല്ലൊരു തബലിസ്റ്റാണ് അല്ലേ? നല്ലൊരു മിമിക്രി കലാകാരൻ. അങ്ങനെ ഒത്തിരി, അത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒത്തിരി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ മാർഷൽ ആർട്സിൽ കുംഫു ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയ ഒരാളാണ്. ഇത്രയൊക്കെ കഴിവുകളുള്ള ഒരാളിനെ ആൾക്കാർ തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്താ പറയുക, അതൊരു ഭാഗ്യമില്ലായ്മ എന്ന് വേണം കണക്ക് കൂട്ടാം. പക്ഷെ ഇനി എല്ലാവരും തിരിച്ചറിയും. ഓക്കെ, ഞാൻ കേട്ടത് 15-ാമത്തെ വയസ്സിൽ ഒരു മിമിക്രി കലാസമിതി തുടങ്ങി. അങ്ങനെയാണ് കലാജീവിതത്തിലേക്കുള്ള തുടക്കം. മുഹൂർത്തം എന്ന് പറഞ്ഞ ടെലിഫിലിമിലാണ് ആദ്യം അഭിനയിച്ചത്. അതിനുശേഷം പിന്നെ കുറച്ച് വർഷത്തിന് ശേഷം നമുക്ക് വലിയ എന്ന് പറഞ്ഞ സീരിയലിലേക്ക്, മെഗാ സീരിയലിലേക്ക്, അതിലാണ് വില്ലൻ കഥാപാത്രം. അതെ, അതിലാണ് വില്ലനായിട്ട് അഭിനയിച്ചത്. പിന്നെ അതിനുശേഷം ഭാര്യ എന്ന് പറഞ്ഞ സീരിയല്, നമ്മുടെ ഭാര്യയില് കുറച്ച് വേഷം ഉണ്ടായിരുന്നു. അതൊരു 5-6 എപ്പിസോഡ് ഉണ്ടായിരുന്നുള്ളൂ. നല്ല റോളായിരുന്നു. പിന്നെയാണ് സിനിമയിലോട്ട്. പിന്നെയാണ് സിനിമയിലേക്ക്. ആദ്യമായിട്ട് ചെയ്ത സിനിമയായിരുന്നു? ആദ്യമായിട്ട് രസികൻ ദിലീപന്റെ രസികൻ എന്ന് പറഞ്ഞ പടത്തില്. അതിൽ വെച്ചിട്ടാണ് മാഫിയ ശശിധരനായിട്ട് നല്ല പരിചയപ്പെടുന്നത്. അങ്ങനെ മാഫിയ ശശിധരന്റെ അസിസ്റ്റന്റായിട്ട് അതിൽ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി ആയിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ നല്ല റോള് കിട്ടിയത് മമ്മൂട്ടിന്റെ. അതിൽ മമ്മൂക്കന്റെ കൂടെ ഒരു 10-12 സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. 1.5 മാസം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 1.5 മാസത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തായാലും മെഗാസ്റ്റാറിന്റെ കൂടെ അഭിനയിച്ച സീൻ ഒരിക്കലും കട്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അതും കംപ്ലീറ്റ് കട്ടായിരുന്നു. 1.5 മണിക്കൂർ ഉണ്ടാന്ന് പറഞ്ഞ പടത്തിലെ സീൻ കട്ടായിട്ടുണ്ട്. അതെന്തോ സെൻസർ ബോർഡിന്റെ വിഷയമാണെന്ന് പറഞ്ഞു കേട്ടത്. അപ്പൊ അതിനുശേഷം എൻ്റെ റീഷൂട്ടിന് എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ തിരിച്ച് ബെഹറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിനിമയിലെ കഥകൾ. പിന്നെ പേരെടുത്ത് പറയുകയാണെങ്കിൽ രസികന് ശേഷം ചെയ്തത് കാര്യസ്ഥൻ ദിലീപന്റെ, പിന്നെ രാമലീല, പിന്നെ മമ്മൂട്ടിന്റെ മധുരാജ, പിന്നെ മിഖായല്, കുട്ടിമാമ, 21-ാം നൂറ്റാണ്ട്, 19-ാം നൂറ്റാണ്ട് വിനയൻ സാറിന്റെ പല ചെയ്തിട്ടുണ്ട്. മമ്മൂക്കായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? മമ്മൂക്കായിട്ടുള്ള എക്സ്പീരിയൻസ് പറഞ്ഞാൽ ചെറുപ്പം മുതലേ, കുട്ടിക്കാലം മുതലേ നമ്മൾ മമ്മൂക്കിനെ ഒന്ന് നേരിട്ട് കാണണം, അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് ഇരിക്കണം, സംസാരിക്കുന്നതിൽ ആഗ്രഹം വളരെ കൂടുതലുണ്ടായിരുന്നു. പക്ഷെ അത് നടക്കാത്ത കാര്യമാണെന്ന് ആ സമയത്ത് വിചാരിച്ചു. പക്ഷേ എന്തോ ഭാഗ്യം മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. അത് 1.5 മാസം ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കാൻ പറ്റി. അപ്പോൾ അതിൽ നിന്നും അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റിയത് നല്ലൊരു പച്ചയായിട്ടുള്ള മനുഷ്യൻ. കാരണം നമ്മൾ അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവമൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ഗൗരവക്കാരനാണ്, ഭയങ്കര ദേഷ്യക്കാരനാണ്, അപ്പോൾ അത് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധാരണ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ പെരുമാറുമ്പോഴാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് പഠിക്കാൻ പറ്റി. അതുപോലെ തന്നെ നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ് അല്ലേ? ഒത്തിരി വേദികളിൽ പാടിയിട്ടുണ്ട്. ഈ തബലയും ഫ്ലൂട്ടൊക്കെ പഠിച്ചതാണ് ആരുടെയെങ്കിലും? ചെറുപ്പത്തിൽ കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഫ്ലൂട്ട് അങ്ങനെ കൂടുതൽ പഠിച്ചിട്ടില്ല, എന്നാൽ എല്ലാം കുറച്ചായിട്ട് പഠിച്ചിട്ടുള്ളൂ. ബാക്കി നമ്മളെ പ്രാക്ടീസിനനുസരിച്ചിട്ടുള്ള പഠനം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ വേറെ ആർട്ട് ഓഫ് ലിവിംഗ്, ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിംഗിൽ ഓർഗനൈസറായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് കോഴ്സ് അതിലാണ് മെയിനായിട്ട് ഭജൻസും ഫ്ലൂട്ടിന്റെ ഒക്കെ അതിലാണ് ചെയ്യുന്നത്. ആർട്ട് ഓഫ് ലിവിംഗിന്റെ സത്സംഗ് ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ടാവും. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും പങ്കെടുക്കും. അപ്പോൾ അതിലൂടെയാണ് മെയിനായിട്ട് എൻ്റെ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ പുറത്തു വരുന്നത്. അങ്ങനെയാണ് എൻ്റെ ഒരു ആഗ്രഹം. SPB സാറിൻ്റെ താരാപഥം ഈ പുല്ലാങ്കുഴലിലൂടെ ഒന്ന് കേൾക്കാനുള്ള തീർച്ചയായും.
താങ്ക് യു. ഈ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ സത്സംഗിൽ പോകുമെന്ന് പറഞ്ഞിട്ട് പിന്നെ മെഡിറ്റേഷൻ സമയത്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ജസ്റ്റ് എൻ്റെ ഒന്ന് വായിക്കാം. ഓക്കെ. ഈ പാട്ട് പാടിയിട്ടുണ്ടോ? ഗോവിന്ദരാധേ, അത് രണ്ടുപേരും പാടാൻ പറ്റുമോ? ഗോവിന്ദരാധേ ഗോപാലരാധേ ഗോവിന്ദ ഗോവിന്ദ ഗോപാലരാധേ ഗോവിന്ദരാധേ ഗോപാലരാധേ ഗോവിന്ദ ഗോവിന്ദ ഗോപാലരാധേ ഗോവിന്ദരാധേ ഗോപാലരാധേ ഗോവിന്ദ ഗോവിന്ദ ഗോപാലരാധേ ഗോവിന്ദ ഗോവിന്ദ ഗോപാലരാധേ. തകർത്തു. താങ്ക് യു. പിന്നെ കുടുംബമൊക്കെ? കുടുംബവും ഭാര്യയും 2 മക്കളാണ്. ഭാര്യ ബീന, മൂത്താള് നിദേവകൃഷ്ണ, രണ്ടാമത്താള് നീരവകൃഷ്ണ. നാട്ടിലാണ് അവർ? നാട്ടിലാണ്. ഫാമിലിയിൽ വേറെ ആർക്കെങ്കിലും പാടാനുള്ള കഴിവുണ്ടോ? 2 അനിയത്തിമാരുണ്ട്. 2 അനിയത്തിമാരും നന്നായിട്ട് പാടും. എല്ലാവരും കലാപരമായിട്ട് നല്ല വേദികളൊക്കെ നന്നായിട്ട് പങ്കിടുന്ന ആൾക്കാരാണ് എല്ലാവരും. പാട്ടായാലും ഡാൻസ് ആയാലും. അനിയത്തിമാർ നന്നായിട്ട് പാട്ടും ഡാൻസും എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പം ചെയ്യുന്നുണ്ട് അവർ. പിന്നെ ഫാമിലി നാട്ടിലാണ്? ഫാമിലി വന്നിട്ടുണ്ടോ? ഫാമിലി അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നാട്ടിലാണ്. ഇപ്പൊ കുട്ടികളൊക്കെ പഠിത്തവും കാര്യങ്ങളൊക്കെ. ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? സാധാരണ ഈ സീരിയൽ സിനിമ ഫീൽഡിലോട്ട് പോകുമ്പോഴത്തേക്ക് എല്ലാ ഫാമിലി, ചില വൈഫുമാര് പറയും വേണ്ട, അത് ശരിയാവില്ല എന്നുള്ളൊരു ഇതിൽ അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടില്ല. അവർക്ക് നല്ല പ്രോത്സാഹനമായിരുന്നു. അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം വികാസ് ബ്രോ. നിങ്ങളെപ്പോലെയുള്ള ഒരാളിനെ മുന്നിലിരുന്ന് കുറേ നേരം സംസാരിക്കാൻ പറ്റി. നിങ്ങളുടെ കുറേ ഉള്ളിലുള്ള കഴിവുകളെ പ്രേക്ഷകരിൽ എത്തിക്കാൻ പറ്റി. അതിൻ്റെ ഒരു സന്തോഷം കൂടി ഷെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ കഴിവുള്ള എല്ലാ കലാകാരന്മാർക്കും നല്ലൊരു പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്. അതിനും മീഡിയ സിറ്റിയോട് നന്ദി പറയുന്നു, രാജേഷ് ഭായിയോട് പ്രത്യേകിച്ചിട്ട്. ഓക്കെ, താങ്ക് you.
താങ്ക് യു. തകർത്തു, ഒരു രക്ഷയില്ല. BMC ഗ്ലോബൽ ലൈവിൻ്റെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും ഞാൻ രാജേഷ് പെരുങ്കുഴി, സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്.